ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യൂദയുടെ പുസ്തകം 1-ാം അധ്യായം 24-25 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി അനന്തത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിപ്പിൻ. വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമാണ് യൂദ എഴുതിയ ലേഖനം. യൂദ എഴുതിയ ലേഖനത്തിൽ നിന്ന് സാധാരണ നാം പ്രസംഗം കേൾക്കാറില്ല. അപൂർവമായിട്ട് മാത്രമേ യൂദ എഴുതിയ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കാറുള്ളൂ. യേശുവിൻ്റെയും യാക്കോബിൻ്റെയും സഹോദരനായ യൂദ എഴുതിയ ലേഖനമാണ് പ്രസ്തുത ലേഖനം. AD 65 ഈ ലേഖനം എഴുതിയതായി വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 65-ാമത്തെ പുസ്തകമായി വേദപുസ്തകം ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ ലേഖനത്തിൽ ഒരധ്യായം മാത്രമേ ഉള്ളൂ, 25 വാക്യങ്ങൾ. ചെറിയ പുസ്തകങ്ങളിൽ ഒന്നാണ് യൂദ എഴുതിയ ലേഖനം. ഒരു ചോദ്യം മാത്രമുള്ള ഒരു ലേഖനമാണ് ഇത്. ചരിത്രപരമായ വാക്യങ്ങൾ 25 വാക്യങ്ങൾ. നിവൃത്തിയാകാത്ത ഒരു പ്രവചന വചനം ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കണം. എന്താണ് ഈ ലേഖനത്തിൻ്റെ ലക്ഷ്യം എന്ന് പഠിക്കുവാനായി ശ്രമിച്ചാൽ എങ്ങനെ വിശ്വാസ ജീവിതത്തെ സംരക്ഷിച്ചു നിർത്താം എന്നുള്ളതാണ്. വിശ്വാസ ജീവിതത്തിനെതിരെ ധാരാളം വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടം. ഈ വിശ്വാസത്തിൽ ജീവിക്കണമോ അതോ ഈ വിശ്വാസത്തെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും പുതിയ വിശ്വാസ പ്രമാണം സ്വീകരിക്കണമോ എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂദയുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ വീണുപോകരുതേ എന്ന്. അനേകം ആളുകൾ വിശ്വാസത്തിൽ വീണുപോയിരിക്കുന്നു. വിശ്വാസത്തെ പലരും ഉപേക്ഷിച്ചു കളഞ്ഞു. എന്തിന് ഈ വിശ്വാസം എന്ന് ചിന്തിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ ദൈവമക്കൾ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കാം എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ മരിക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മരിക്കാൻ കഴിയുമോ? അത് വളരെ പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കണം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ വീണുപോകാതെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങളിൽ വീണുപോകുവാനായിട്ട് സാധ്യതയുണ്ട്. വിശ്വാസ ജീവിതത്തിൽ വീണുപോകരുതേ. വിശ്വാസ ജീവിതത്തിൽ എതിരുകൾ ഉണ്ടാകുമ്പോൾ, എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ, ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയാത്ത ജീവിത ക്രമങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലരും ദൈവവിശ്വാസത്തെ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ ഒരു 25 വർഷം മുമ്പുണ്ടായിരുന്ന ദൈവവിശ്വാസം ഇന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സംഗതി. അതുകൊണ്ട് ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വീണുപോകരുത്. വീഴുവാൻ സാധ്യതയുണ്ട്. വിശ്വാസ ജീവിതം അത് ഏറെ വെല്ലുവിളിയുള്ള ഒരു ജീവിതമാണ്. കഷ്ടതകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ആക്ഷേപങ്ങൾ വരുമ്പോൾ അനേകര് ദൈവവിശ്വാസം ഉപേക്ഷിക്കാം. അനേകം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യൂദ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകരുത്, വീണുപോകരുത് എന്ന്. ദൈവഭക്തിയിൽ വീണുപോകരുത്. എന്താണ് ദൈവഭക്തി? അതൊരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ദൈവഭക്തി ഇന്ന് നാം സമൂഹത്തിൽ ദർശിച്ചാൽ, ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മനുഷ്യന് ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സാധാരണ മനുഷ്യനെ കാണും പോലെ, ഒരു സാധാരണ വ്യക്തിയെ കാണും പോലെ, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ
മനുഷ്യൻ ഭയമില്ലാതെ, ഭക്തിയില്ലാതെ ദൈവത്തോട് ഇടപെടുന്ന അനേകം സംഗതികൾ, സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും ദർശിച്ചാൽ, ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യൂദയുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവഭക്തിയിൽ വീണുപോകരുത്. ഭക്തിയുള്ളവരായിരിക്കണം. ദൈവത്തെ എത്രത്തോളം ബഹുമാനിക്കാൻ കഴിയുമോ, എത്രത്തോളം ദൈവത്തിന്റെ മുമ്പിൽ ഭക്തിയോട് ജീവിക്കാൻ കഴിയുമോ, പരമാവധി വീണുപോകാതെ ജീവിക്കുവാനായിട്ട് ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ വീണുപോകരുതേ. ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നു? ഞായറാഴ്ച മാത്രമാണോ ദൈവവുമായിട്ട് ബന്ധമുള്ളത്? അതോ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയും ആ ബന്ധം നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ? നാം സ്വയം ചോദിക്കണം. ഞാൻ എന്നോട് ചോദിക്കണം, ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുന്നു? ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ, ജീവിതത്തിന്റെ യൗവനത്തിന്റെ ആരംഭദശകളിൽ, ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞ കാലഘട്ടത്തിൽ, ഒരു ജോലി ലഭിക്കാൻ സാധ്യതയില്ലായിരുന്ന കാലഘട്ടത്തിൽ, ഒരു ഉപജീവന മാർഗം കണ്ടെത്തുവാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ, നല്ല കുടുംബ ബന്ധം ലഭിക്കുമോ എന്ന് സംശയിച്ച കാലഘട്ടമൊക്കെ നമുക്ക് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും ഓടിയെത്തുമായിരുന്നു. എവിടെ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ അവസ്ഥ ലഭിച്ചാലും അതെല്ലാം നാം വിനിയോഗിക്കും. ഇന്നോ എല്ലാം നന്മയായപ്പോൾ, എല്ലാ സമൃദ്ധിയും ലഭിച്ചപ്പോൾ, എല്ലാ അനുഗ്രഹം ലഭിച്ചപ്പോൾ, ഈ ദൈവം ഇല്ലെങ്കിൽ പോലും, ഈ ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു തലമുറയിൽ നാം ആയിരിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവവുമായുള്ള ബന്ധം ഉപേക്ഷിക്കരുതേ എന്ന്. ഒരുപക്ഷെ ദൈവവുമായുള്ള ബന്ധം നാം ഉപേക്ഷിക്കുന്നുവെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ നമുക്ക് ജീവിപ്പാനായിട്ട് കഴിയാതെ വരും. കുടുംബ പ്രാർത്ഥനയിൽ വീണുപോകരുതേ. ഇന്നനേകം ഭവനങ്ങളിൽ, ക്രിസ്തീയ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന അസ്തമിച്ചു പോയിരിക്കുന്നു. മാസങ്ങളായി കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് കുടുംബ പ്രാർത്ഥനയിൽ വീണുപോകാൻ അനേകര് വീണുപോയി ദൈവമക്കളെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് കുടുംബങ്ങളിൽ നാം കാണുന്ന, അനുഭവിക്കുന്ന അനേകം വേദനകളുടെ ഉറവിടം കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട്, മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ മാതാപിതാക്കൾ, മക്കൾ സമയം വേർതിരിക്കാത്തത് കൊണ്ട് വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഡിവോഴ്സുകൾ, കൈപ്പേറിയ അനേകം ജീവിതാനുഭവങ്ങൾ കൊണ്ട് കുടുംബങ്ങളിൽ നിന്നൊരു വലിയ വേദനിക്കുന്ന അനുഭവമുള്ള ഇടമായി സ്വസ്ഥതയും സമാധാനവും അനേകം കുടുംബങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കുടുംബ പ്രാർത്ഥനകൾ നാം ഒരിക്കലും ഉപേക്ഷിക്കരുത്. വേദപുസ്തക പാരായണം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് അതീവ പ്രാധാന്യമുള്ളതാണ് മുടങ്ങാതെ വേദപുസ്തകം വായിക്കുക എന്നുള്ളത്. ഒരു യഥാർത്ഥ ദൈവ പൈതൽ നിശ്ചയമായും ദിവസം ഒരധ്യായമെങ്കിലും വായിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരണം എന്താണ്? ഓരോ ദിവസവും വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് എന്താണോ നമ്മോട് പറയാനുള്ളത് അത് നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഇടയാകും. വേദപുസ്തകം പൂജിക്കുവാനുള്ള ഒരു വസ്തുവല്ല ദൈവമക്കളെ. അത് ഓരോ ദിവസവും നാം പാരായണം ചെയ്യുന്നവരായിരിക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് വേദപുസ്തകം നമ്മെ ഉപദേശിക്കും. അതുകൊണ്ട് വേദപുസ്തക പാരായണത്തിൽ നാം ഒരിക്കലും വീണുപോകരുത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം വീണുപോകരുത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വീണുപോകാതെ ജീവിപ്പാൻ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രൂശിന്റെ വഴിയിൽ നാം നടക്കണം. യേശുവിന്റെ വഴിയിലൂടെ നാം ജീവിക്കണം. ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണമോ, ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ, ക്രിസ്തീയ ജീവിതം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമോ, ഈ ക്രിസ്തു കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ചേ മതിയാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ആയതല്ലോ മോക്ഷവഴി. എന്റെ കഷ്ടതകൾ തീർക്കുവാൻ, ഭക്തന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശുവം നീടുമേ. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? ഭക്തനായ പാട്ടുകാരൻ ചോദിക്കുന്നു, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടുമോ? ക്രിസ്തീയ ജീവിതം
വളരെ ഞെരുക്കമുള്ളതാണ്, വളരെ പ്രയാസമുള്ളതാണ്. അത് തരണം ചെയ്യുക എന്ന് പറയുന്നത് ദൈവകൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ. സംഖ്യാപുസ്തകം 13ഉം 14ഉം അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ ഫറവോൻ രാജാക്കന്മാരുടെ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് വഴി നടത്തുന്ന അനുഗ്രഹീതമായ ഒരു യാത്രയുടെ വിവരണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏകദേശം 450 പരം വർഷം ഫറവോൻ രാജാക്കന്മാരുടെ അടിമത്തായിരുന്ന ദൈവത്തിന്റെ സ്വന്തം ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ ഫറവോൻ രാജാക്കന്മാരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് മരുഭൂമിയിലൂടെ ദൈവം വഴി നടത്തുകയാണ്. ആ ചരിത്ര സംഭവം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ വേദപുസ്തകത്തിൽ കാണുന്നു: കർത്താവ് ജനത്തെ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ച് കളഞ്ഞു. അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചുവെങ്കിലും വിശ്വസിക്കാത്തവരെ ദൈവം നശിപ്പിച്ച് കളഞ്ഞു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്വം, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെത്തിക്കും എന്നുള്ളതാണ്. എന്നാൽ ഒരു ഇസ്രായേൽ മക്കൾക്ക് പോലും ആ വാഗ്ദത്ത നിവൃത്തിയിൽ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. യോശുവയും കാലേബും ഒഴികെ മറ്റാരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. എന്തുകൊണ്ട്? വേദപുസ്തകം പറയുന്നു, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ധാരാളമുണ്ട്. ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കാമെന്നുള്ള അനുഗ്രഹ വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ ധാരാളമുണ്ട്. എന്തേ അത് പ്രാപിക്കാൻ കഴിയാഞ്ഞത്? ആ ദൈവത്തിനെ വിശ്വസിപ്പാൻ കഴിയാത്തത് കൊണ്ട്, ദൈവവചനത്തെ അംഗീകരിപ്പാൻ കഴിയാത്തത് കൊണ്ട്, ദൈവവചനത്തെ പൂർണ്ണമായും മനുഷ്യൻ വിശ്വസിക്കാത്തത് കൊണ്ട് ദൈവീക വാഗ്ദത്തങ്ങൾ, ദൈവീക അനുഗ്രഹങ്ങൾ മനുഷ്യന് പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ അത് സ്വായത്തമാക്കുവാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ടുള്ള വേദപുസ്തകം നന്നായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു, അടിമത്വത്തിൽ രക്ഷിച്ചു, അത് ദൈവത്തിന്റെ കരുണയാണ്. എങ്കിലും വിശ്വസിക്കാത്തതിൽ ജനയാത്രമധ്യേ നശിച്ചുപോയി. ഈ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഈ ദൈവത്തെ എത്ര അളവ് വരെയാണ് വിശ്വസിക്കുന്നത്? ഈ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുകയാണോ, അതോ ഭാഗികമായിട്ട് വിശ്വസിക്കുകയാണോ? വേദപുസ്തകം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണണമോ, നാം ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നവരായിരിക്കണം. പലപ്പോഴും ഞാനും നിങ്ങളും പൂർണ്ണമായും ദൈവത്തെ വിശ്വസിക്കാത്തത് കൊണ്ട്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ സഞ്ചാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വേദപുസ്തകം പറഞ്ഞ് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. മരുഭൂമിയിൽ അവർക്ക് ആവശ്യമായ അപ്പവും ഇറച്ചിയും സമയാസമയം ദൈവം എത്തിച്ചു. അവർക്ക് കൈപ്പേറിയ ജലം ഉണ്ടായ സ്ഥലത്ത് ആ ജലത്തെ ദൈവം മധുരമാക്കി കൊടുത്തു. എല്ലാ നന്മകളും നൽകി, എല്ലാ അനുഗ്രഹങ്ങളും നൽകി. പക്ഷേ ജനം ദൈവത്തിനെതിരായി പ്രതികരിച്ചു. പലപ്പോഴും മോശ ദൈവവുമായി സംസാരിപ്പാൻ ഹോരേബ് പർവ്വതത്തിലേക്ക് പോകുമ്പോൾ ചില ആഴ്ചകൾ മോശയെ കാണാതിരുന്നാൽ മനുഷ്യൻ സ്വന്തമായി ബിംബങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുമായിരുന്നു. ബിംബത്തെ ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്, അതിനെ വണങ്ങരുത്. ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുക എന്ന് പറയുന്നത് മനുഷ്യനൊരു തമാശ പോലെയാണ്. അന്നും ഇന്നും ഇസ്രായേൽ മക്കളുടെ ചരിത്രം മുതൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇന്നു വരെയുള്ള മനുഷ്യന്റെ ചരിത്രം നാം പഠിച്ചാൽ ദൈവീക കൽപ്പനകളെ, ദൈവീക ആലോചനകളെ മനുഷ്യൻ ധാരാളം സന്ദർഭങ്ങളിൽ ലംഘിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന ലോകത്ത് കാണുന്ന പല അനർത്ഥങ്ങളുടെയും പിന്നിൽ മനുഷ്യന്റെ ദൈവീക കൽപ്പന ലംഘനത്തിന്റെ വേദന മനുഷ്യൻ അനുഭവിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. വേദപുസ്തകം നന്നായി പഠിച്ചാൽ ദൈവീക കൽപ്പന മനുഷ്യൻ ലംഘിക്കുന്നതോറും ലോകത്തിൽ മനുഷ്യന്റെ വേദനകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിൽ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തെ അവിശ്വസിക്കരുതേ, ദൈവത്തെ സംശയിക്കരുതേ. ഈ ദൈവമാര് എന്ന് നന്നായി നീ മനസ്സിലാക്കണം, നന്നായി നീ അറിയണം. എങ്കിൽ മാത്രമേ ഈ ദൈവത്തിനക്ക് സ്നേഹിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. യൂദയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവസന്നിധി വീണുപോയ ദൂതന്മാരെ കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലൂസിഫർ സ്വർഗത്തിലെ കോയർ ലീഡറായിരുന്നു.
അഹംഭാവം പദവികൾ നഷ്ടപ്പെടുത്തും. അഹംഭാവം വന്നപ്പോൾ ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന അധികാരം, ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന നന്മകൾ പലപ്പോഴും നഷ്ടമാകുന്നത് ദൈവത്തിന്റെ കുറ്റം കൊണ്ടല്ല, മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ട്, മനുഷ്യന്റെ അഹംഭാവം കൊണ്ട്. അനേകം ആളുകൾ തങ്ങൾക്കുണ്ടായിരിക്കുന്ന ഉന്നത പദവികളിൽ വളരെ മോശമായ ജീവിതക്രമങ്ങൾ കൊണ്ട് അവിടെ പദവി നഷ്ടപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും നാം മനസ്സിലാക്കുന്നു. IAS, IPS പോലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ജീവിതത്തിലുണ്ടാകുന്ന അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിരക്കാത്തതായ സംഗതികൾ, അവർക്കുണ്ടായി വലിയ പദവികളിൽ നിന്ന് അവർ പുറത്താകുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവം മനുഷ്യനെ ഉയർത്തുന്നു, ദൈവം മനുഷ്യന് ഉന്നത പദവികൾ നൽകുന്നു. പലപ്പോഴും മനുഷ്യനത് സൂക്ഷിക്കാത്തത് കൊണ്ട്, ആ പദവികൾ മനുഷ്യൻ സംരക്ഷിക്കാത്തത് കൊണ്ട് പലപ്പോഴും ആ പദവികൾ മനുഷ്യനെ സ്വയമേ നഷ്ടമാകുന്ന അനുഭവങ്ങൾ. ഉസിയ രാജാവ് എന്ന് പറയുന്ന വളരെ പ്രബലനായ പ്രഗത്ഭനായ രാജാവിനെ കുറിച്ച് ദിനവൃത്താന്തം പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. രാജ്യസേവനം നന്നായി ചെയ്ത, രാജ്യത്തെ നന്നായി സേവിച്ച, ജനത്തിന് അനുഗ്രഹപ്രദമായ ജീവിതം നയിച്ച, ജനത്തെ നേരോടെ നയിച്ച അനുഗ്രഹീതനായ ഒരു രാജാവ് ഉസിയ രാജാവ്, സകല അധികാരമുള്ള രാജാവ്. ഇന്നത്തെ പോലെ ജനാധിപത്യ ക്രമത്തിൽ ഭരണാധികാരിക്കുള്ള അധികാരമല്ല രാജക്രമത്തിലുള്ളത്. സർവ അധികാരിയാണ് രാജാവ്. രാജാവ് കൽപ്പിച്ചാൽ പിന്നെ ആ കൽപ്പനയ്ക്ക് മാറ്റമില്ല, ഓർഡറിന് മാറ്റമില്ല. ഉസിയ രാജാവ് രാജ്യം നന്നായി ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഭരണ സംവിധാനം നയിച്ച ആ രാജാവ് പുരോഹിതന്മാർ ചെയ്യേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു. പഴയ നിയമ പശ്ചാത്തലത്തിൽ ദൈവാലയത്തിന്റെ വിശിഷ്ട സ്ഥലങ്ങളിൽ പുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശിക്കുവാൻ ന്യായപ്രമാണം അനുവദിക്കുന്നുള്ളൂ. ന്യായപ്രമാണം ലംഘിച്ചാൽ ആ മനുഷ്യന് വധശിക്ഷ ലഭിക്കും, പിന്നെ ജീവിപ്പാനായിട്ട് കഴിയത്തില്ല. അത്രമാത്രം കർശനമായ ന്യായപ്രമാണ കൽപ്പനകളുള്ള ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ കാട്ടേണ്ടുന്ന ധൂപകലശം കാട്ടുവാൻ ഉസിയ രാജാവ് ശ്രമിച്ചു. ഉസിയ രാജാവിനോട് പുരോഹിതന്മാർ പറഞ്ഞു കാണും, അല്ലയോ മഹാരാജാവേ, അങ്ങ് മഹാരാജാവാണ്, അങ്ങ് സർവ്വ സൈന്യത്തിന്റെയും അധിപനാണ്, അങ്ങേക്ക് എന്തും ചെയ്യുവാൻ അധികാരമുണ്ട്. പക്ഷേ ഇത് ദൈവീക ശുശ്രൂഷയാണ്, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ഇത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടക്കുന്നതാണ് പൂജാക്രമങ്ങൾ, ദൈവാലയ ശുശ്രൂഷകൾ. അത് ഭയഭക്തിയോട് മാത്രമേ ചെയ്യാവൂ, അത് ദൈവം നിയോഗിച്ചവർ മാത്രമേ ചെയ്യാവൂ. ദൈവം നിയോഗിക്കാത്തവർ ദൈവീക ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പാടില്ല. വിളിയും തെരഞ്ഞെടുപ്പുമില്ലാത്തവർ ആ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല അപമാനകരമായ സംഗതികളുടെയും അടിസ്ഥാന കാരണം. ഉസിയ രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് ആലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത്, അങ്ങ് രാജാവാണ്, പക്ഷേ അങ്ങേക്ക് അതിനുള്ള അധികാരം ഇല്ല. ന്യായപ്രമാണം അനുസരിച്ച് പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും മാത്രമേ അതിന് അധികാരമുള്ളൂ. അതിനായിട്ട് പുരോഹിതന്മാരെ പ്രവാചകന്മാരിലൂടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്, നിയോഗിച്ചിരിക്കുകയാണ്. നിയമനം ലഭിക്കാതെ ജോലി ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ പുരോഹിതന്മാരുടെ ഉപദേശത്തെ അംഗീകരിക്കാത്ത ഉസിയ രാജാവ് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് താൻ ആലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ധൂപകലശം കാട്ടുവാനായി ശ്രമിച്ചു. ധൂപകലശം കാട്ടുക എന്ന് പറയുന്നത് ന്യായപ്രമാണം അനുസരിച്ച് പുരോഹിതന്മാർ മാത്രം ചെയ്യുന്ന ശുശ്രൂഷയാണ്. എപ്പോഴാണോ രാജാവ് ആലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ധൂപകലശം കാട്ടുവാനായി ശ്രമിച്ചത്, ആ നിമിഷം തന്നെ തന്റെ നെറ്റിമേൽ കുഷ്ഠമെന്ന് പറയുന്ന മാരകമായ രോഗം പൊങ്ങുവാനായിട്ടിടയായിത്തീർന്നു. എന്താ കുഷ്ഠരോഗം വന്നാൽ ഇന്ന് ചികിത്സയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉസിയ രാജാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാളിന് കുഷ്ഠരോഗം വന്നാൽ ആ മനുഷ്യൻ ആരായാലും ആ മനുഷ്യനെ ഭവനത്തിൽ നിന്ന് പുറത്താക്കും. പിന്നെ മരിക്കുന്നതുവരെയും കുഷ്ഠരോഗികളോട് ചേർന്ന് മരിക്കണം, ജീവിക്കണം. അതാണ് കൽപ്പന, അതാണ് ന്യായം. ദൈവീക കൽപ്പനകൾ ലംഘിച്ചാൽ മനുഷ്യൻ എന്തുമാത്രം ശിക്ഷ കിട്ടുമെന്ന് ദൈവജനത്തെ പഠിപ്പിക്കുന്ന സംഭവമാണ് ഉസിയ രാജാവിന്റെ ചരിത്രം. ഉസിയ രാജാവ് എപ്പോഴാണോ ദൈവാലയത്തിന് ഉള്ളിൽ പ്രവേശിച്ച് ധൂപകലശം കാട്ടിയത്, തൊട്ടടുത്ത് ആ നിമിഷം തന്നെ
ധൂപകലശം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ നെറ്റിയിൽ കുഷ്ഠമെന്ന് പറയുന്ന മാരകമായ രോഗം വരുവാനിടയായി. എന്താ നെറ്റിയിൽ വന്നത്? ലോകം മുഴുവനും കാണുകയാണ്. രാജാവിനെ കാണുന്നവരെല്ലാം ആദ്യം കുഷ്ഠരോഗം കാണും. ആ കാലഘട്ടത്തിൽ കുഷ്ഠം പടരുന്ന ഒരു രോഗമായിരുന്നു. ദൈവിക ശുശ്രൂഷകൾ ഭയഭക്തിയോടെ ചെയ്യാവൂ. മനുഷ്യന്റെ ഇഷ്ടപ്രകാരം അവന്റെ ബുദ്ധി ഉപയോഗിച്ച്, അവന്റെ പഠനം ഉപയോഗിച്ച് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ മനുഷ്യൻ ശ്രമിച്ചാൽ കുഷ്ഠരോഗം പോലുള്ള അനേകം വ്യാധികൾ, അനേകം വേദനകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ചരിത്ര സംഭവമാണ് ഉസ്സിയ രാജാവിന്റെ സംഭവം. ദൈവിക ശുശ്രൂഷകളെ നിസ്സാരമായി കാണരുതേ. പക്ഷേ ഇതൊരു തീക്കളിയാണ് ദൈവമക്കളെ. ദൈവിക ശുശ്രൂഷകൾക്ക് നൽകേണ്ടുന്ന പ്രാധാന്യം, നൽകേണ്ടുന്ന അതീവ പ്രാധാന്യം നാം നമ്മുടെ ജീവിതത്തിൽ നൽകണം എന്ന് ഈ ഉസ്സിയ രാജാവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് നാം ഈ അധ്യായങ്ങൾ താഴോട്ട് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ സോദോം ഗോമോറയെ പോലെ അശുദ്ധിയിൽ അകപ്പെട്ടു പോകരുതേ. എന്താ സോദോം ഗോമോറ പട്ടണത്തിന്റെ സ്ഥിതി? ആ കാലഘട്ടത്തിൽ സോദോം ഗോമോറ പട്ടണം നിലനിന്ന കാലഘട്ടത്തിൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു സോദോം ഗോമോറ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്ന ഒരു പട്ടണം, സമ്പൽ സമൃദ്ധിയുടെ ഒരു പട്ടണം, സാംസ്കാരികതയുടെ ഉച്ചകോടിയിലായിരിക്കുന്ന ഒരു പട്ടണം, ലോകത്തിലെ ഏറ്റവും നല്ല നേത്ര ചികിത്സ ലഭിക്കുന്ന ഒരു ഇടം, എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിലെ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു സോദോം ഗോമോറ. എന്തേ സോദോം ഗോമോറ നശിച്ചു പോയത്? ദൈവത്തിന് ഹിതകരമല്ലാത്തത് എവിടെ സംഭവിക്കുമോ അവിടെ നാശത്തിന് തുടക്കം കുറിക്കും എന്ന് സോദോം ഗോമോറ പട്ടണത്തിന്റെ നാശം നമ്മെ പഠിപ്പിക്കുന്നു. സോദോം ഗോമോറ പട്ടണം നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ട് എങ്കിലും ദൈവത്തിന് ഹിതകരമല്ലാത്ത ധാരാളം ബിംബ ആരാധനകൾ, ന്യായപ്രമാണ വിരുദ്ധമായിട്ടുള്ള അനേകം സംഗതികൾ, കൽപ്പനാ ലംഘനങ്ങൾ ധാരാളമായി സംഭവിച്ചിരുന്നു എന്നത് ചരിത്രത്തിലൂടെ പഠിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇന്ന് സോദോം ഗോമോറ ചരിത്രത്തിൽ തന്നെയും മാറ്റപ്പെട്ടു. ലോകത്തിൽ അനേകം രാജ്യങ്ങൾ, അനേകം പട്ടണങ്ങൾ ഇന്ന് ചരിത്രത്തിൽ തന്നെ ഇല്ലാതിരിക്കുന്നു. എന്തേ? അതിന്റെ പിന്നിലെ കാരണം ദൈവിക കൽപ്പനകളെ ലംഘിച്ചു എന്നുള്ളത് തന്നെയാണ്. ഭാരതത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോക ജനസംഖ്യയിൽ ലോകത്തുള്ള എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള 2ാം സ്ഥാനം ഭാരതത്തിനാണ് എന്നാണ്. ചില മാസങ്ങൾ കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ 1ാം സ്ഥാനത്തേക്ക് ഭാരതം എത്തുവാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താ സംഗതി? മനുഷ്യന്റെ സുഖലോലുതയ്ക്ക് വേണ്ടിയുള്ള അനിയന്ത്രിതമായ സഞ്ചാരം, അല്പം സുഖത്തിനു വേണ്ടി മനുഷ്യൻ തന്റെ ശരീരത്തെ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ മാരകമായ രോഗങ്ങൾക്ക് മനുഷ്യൻ അറിയാതെ വിധേയനായിത്തീരുന്നു. സോദോം ഗോമോറയെ പോലെ അശുദ്ധിയിലകപ്പെട്ട ഒരു കാലഘട്ടം. ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന വലിയ പട്ടണങ്ങളെല്ലാം അശുദ്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അനേകം ആളുകൾ അറിഞ്ഞും അറിയാതെയും മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മദ്യപിക്കുന്നവരോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ, ഞാൻ അധ്വാനിച്ച് പണമുണ്ടാക്കി ഞാൻ മദ്യപിക്കുന്നു, നിനക്കെന്താ കാര്യമെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. മദ്യപിച്ചാൽ, പുകവലിച്ചാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടം. സ്വയം മനുഷ്യൻ നശിക്കുന്ന, ദൈവം നൽകുന്ന ആരോഗ്യത്തെ സ്വയം നശിപ്പിക്കുന്ന എത്രയോ അനുഭവങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ അശുദ്ധിയിൽ അകപ്പെട്ടു പോകരുതേ. അത് വേദപുസ്തകത്തിന്റെ ഒരു ഉപദേശമാണ്. നമുക്കറിയാം, നാം ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന മത്സ്യം ജനിക്കുന്നതും വളരുന്നതും സമുദ്രത്തിലാണ്. സമുദ്രത്തിലെ ജലം ഉപ്പുജലമാണ്. എന്നാൽ ഉപ്പുജലത്തിൽ ജനിക്കുന്ന ഈ മത്സ്യത്തിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഉപ്പ് പ്രവേശിക്കുന്നില്ല. ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഉപ്പ് ലായിനി പോലുള്ള ഈ ഭൂമി നാം ജീവിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിന്റെ ഉള്ളിലേക്ക് പാപം പ്രവേശിക്കാതെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പാട്ടുകാരൻ പറയുന്നു, പാപം ഒന്നേ മതിയാകും നിന്നെ ഭാഗ്യമില്ലാത്തവൻ ആക്കിയിടുവാൻ. നിന്റെ പ്രാർത്ഥന ദൈവത്തെ എത്താതിരിക്കുവാൻ നിന്റെ പാപം മതിയാകും. അതുകൊണ്ട് നാം ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള
ഒരു ദൈവകൃപ നൽകണമേ എന്ന് ഓരോ ദിവസവും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കളങ്കമില്ലാത്തവരായി നിൽക്കുവിൻ. കളങ്കമുള്ള ലോകത്തിലാണ് മനുഷ്യനായിരിക്കുന്നത്. ഹൈടെക് ടെക്നോളജി സ്വർഗത്തിൽ ഉണ്ട്. ദൈവം എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. അന്യായ മാർഗങ്ങൾ സ്വീകരിക്കരുതേ. അന്യായ സമ്പാദ്യം മധ്യായുസ്സിൽ നഷ്ടമായി പോകും. കളങ്കമില്ലാത്തവരായി നിൽക്കുവിൻ. കളങ്കമുള്ള ഈ ഭൂമിയിൽ, പാപമുള്ള ഈ ഭൂമിയിൽ, പാപത്തെ മനുഷ്യൻ പച്ചവെള്ളം പോലെ ഊറ്റി കുടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ കളങ്കമില്ലാത്തവരായി ഈ ഭൂമിയിൽ നിൽക്കണം. ചുറ്റുപാടുമെല്ലാം പാപമുണ്ട്, ചുറ്റുപാടുമെല്ലാം അനീതി നടക്കുന്നു, ചുറ്റുപാടുമെല്ലാം അക്രമം നടക്കുന്നു, അനേകം ദൈവത്തിന് വിരുദ്ധമായ അനേകം പ്രവൃത്തികൾ നടക്കുന്നു. എങ്കിലും ദൈവമക്കളുടെ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ കളങ്കമില്ലാത്തവരായി നിൽക്കുവിൻ. ഈ ലോകത്തിൽ ഒരുപക്ഷെ ഒരു മനുഷ്യനും സ്വയം അങ്ങനെ കളങ്കമില്ലാത്തവരെ ജീവിപ്പാനായിട്ട് കഴിയത്തില്ല. പിന്നെ എങ്ങനെ ദൈവകൃപയിൽ നാം ആശ്രയിക്കും? കർത്താവേ, കളങ്കം കൂടാതെ, പാപം കൂടാതെ, ദൈവത്തിന് ഹിതകരമായ പ്രവർത്തനങ്ങൾ ഞാൻ ഏർപ്പെടാതെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും അങ്ങനെ ജീവിപ്പാനുള്ള ഒരു ദൈവകൃപ ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. 139 സങ്കീർത്തനം അതിലെ 1ഉം 2ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നിന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. തുടർന്ന് നാം താഴേക്ക് വായിക്കുമ്പോൾ ദൈവം അറിയാതെ മനുഷ്യരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല. നന്നായി നമ്മെ അറിയുന്ന ദൈവം, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഈ ദൈവം അറിയുന്നു. എന്റെ നിരൂപണമൊക്കെ ഞാൻ എന്താണ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത്, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതും ദൈവം അറിയുന്നു. ദൈവമക്കളെ, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഈ 139 സങ്കീർത്തനം നാം താഴേക്ക് പഠിക്കുവാൻ ശ്രമിച്ചാൽ ദൈവം അറിയാതെ, ദൈവം മനസ്സിലാക്കാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നാം ഈ ദൈവത്തിന്റെ മുമ്പിൽ എന്തുമാത്രം വിനയപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും എന്റെ ചിന്തകളും എന്റെ മൊബൈൽ കോണ്ടാക്റ്റുകളും എന്റെ വാട്സപ്പ് സന്ദേശങ്ങളും എന്റെ മെസ്സേജുകളും എല്ലാ രഹസ്യ ബന്ധങ്ങളും ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒന്നുമില്ല ദൈവമക്കളെ. അങ്ങനെയാണ് എങ്കിൽ നാം ദൈവത്തിന് മുമ്പിൽ എന്തുമാത്രം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവം മുമ്പിൽ നാം എന്തുമാത്രം ഭയത്തോടെ വിനയത്തോടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ ദൈവം അറിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുവോ അതെല്ലാം ദൈവം അറിഞ്ഞു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നു, നിന്റെ തലയിൽ നിന്ന് ഒരു രോമം നിലത്തേക്ക് വീഴണമെങ്കിൽ അതും ദൈവം അറിയണം എന്നതാണ്. അത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു പഠിപ്പിക്കൽ. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ നിൽക്കുവാൻ കർത്താവ് മനുഷ്യനെ ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ സന്നിധി നാം നിൽക്കുമ്പോൾ ഒരു നാളിൽ ദൈവത്തിൽ നിൽക്കേണ്ടി വരുമ്പോൾ ആനന്ദത്തോടെ, സന്തോഷത്തോടെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, ദൈവം നമ്മെ ഏൽപ്പിച്ച ചുമതലകൾ, കർത്തവ്യങ്ങൾ നന്നായി ചെയ്തെന്നുള്ള ഉത്തരവാദിത്തോടെ പ്രാഗൽഭ്യം നിൽക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നുവരെയും നടത്തിയ ദൈവം, ഇന്നുവരെയും പരിപാലിച്ച ദൈവം, ഇന്നുവരെയും നമ്മെ നിലനിർത്തിയ ദൈവത്തിന് നന്ദി പറയാം. ദൈവമക്കളെ, നിന്നതല്ല, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിലനിൽക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് ജീവൻ നൽകി, ദൈവം നമുക്ക് ജീവിതം നൽകി, ദൈവം നമുക്ക് ആരോഗ്യം നൽകി, ഈ വചനം കേൾക്കുവാനുള്ള ദൈവകൃപ നൽകി. ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. എത്രയോ നന്മകൾ ദൈവം നൽകി, എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നൽകി. പലപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്ന് ദൈവം തരാത്ത ചില അനുഗ്രഹങ്ങൾ ഓർത്തും കരയുന്നവരാണ്. ആദ്യം നാം ചെയ്യേണ്ടത്
ദൈവം ചെയ്ത ഉപകരണം ദൈവത്തിന് നന്ദി പറയും. അങ്ങനെയുള്ള അനുഗ്രഹപ്രദമായ ജീവൻ നയിപ്പാൻ ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനം കേട്ട നിന്റെ മക്കൾക്കായി സ്തോത്രം. വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ വേദനകളെ മാറ്റിക്കൊടുക്കണമേ. അവരുടെ സങ്കടങ്ങളെ ദൈവം അറിയുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ അറിയുന്ന ദൈവമേ, ഓരോ മക്കളുടെയും ജീവിതത്തിൽ ആവശ്യമായ നന്മകൾ ദൈവം നൽകണമേ. എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ. ഏതും മാർഗമായ രൂപ അനുഭവപ്പെട്ടിരുന്നാലും ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും കർത്താവേ. ദൈവത്തിന്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബ സമാധാനമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ചില നാളുകളെ ആയിട്ടുള്ളൂ, ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, കഷ്ടപ്പെടുന്ന അവിടുത്തെ മക്കളോട് മനസ്സറിയണമേ. സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്നറിയാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ അലയുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ യൗവന മക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ അവരായിത്തീരട്ടെ. ദൈവത്തോട് ചേർന്നവർ ജീവിക്കട്ടെ. സമാധാനത്തോടെ സന്തോഷം ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. ദൈവത്തെ ബഹുമാനിപ്പാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ഒടുവിൽ നല്ലവനും വിശുദ്ധനുമായ ദാസനെ എന്ന വിളിക്ക് ഓഹരിക്കരായി തീരുവാൻ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം തുടർന്നും അവിടുത്തെ മക്കളോട് സംസാരിക്കണമേ. യേശുവിൻ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.